ഒരിക്കൽ കൂടി 6ാം ക്ലാസ്സിലെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠമായ കോണുകൾ അഥവാ ആംഗിൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ കണ്ടു ആംഗിൾസ് എന്താണ് എന്ന് നമ്മൾ കണ്ടു, എങ്ങനെ മെഷർ ചെയ്യാം, എങ്ങനെ അളക്കാൻ സാധിക്കും എന്ന് നമ്മൾ കണ്ടു. അതിനുവേണ്ടിയുള്ള നമ്മുടെ കോർമാബിനി എന്നുള്ള ഉപകരണത്തെ നമ്മൾ പരിചയപ്പെട്ടു. പ്രൊട്രാക്ടർ അഥവാ കോർമാബിനി നമ്മൾ പരിചയപ്പെട്ടു. അതിൻ്റെ അകത്ത് ഏത് സൈഡിലേക്കാണ് നമ്മൾ അളക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടു. 180 ഡിഗ്രിയോളം ഇതിൻ്റെ അകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് എങ്ങനെ അളക്കണമെന്ന് നമ്മൾ നിരവധി ക്വസ്റ്റ്യൻസ് ചെയ്തു. ഒരുപാട് കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്. കുറച്ച് കുട്ടികളും കൂടി അയക്കാനുണ്ട്, അവരത് ശ്രദ്ധിക്കണം. അപ്പം ഇതുപയോഗിച്ച് എങ്ങനെ അളക്കാൻ സാധിക്കുമെന്നായിരുന്നു നമ്മൾ കണ്ടത്. അപ്പൊ നമുക്കറിയാം, എങ്ങനെ ഒരു വാല്യൂസ് ആണെങ്കിൽ പോലും, എങ്ങനെയുള്ള രണ്ട് ലൈൻസ് ആണെങ്കിൽ പോലും, ഇപ്പൊ ഇങ്ങനെ ഒരു ലൈൻ ആണെന്നിരിക്കട്ടെ, ഇങ്ങനെയുള്ള ഒരു ലൈൻ, ഇത് അളക്കാൻ നമ്മൾ പഠിച്ചതാണ്. എന്ത് ചെയ്യണം? ഇതിന്റെ ഈ രണ്ട് ലൈൻസ് ഒരുമിച്ച് ചേരുമ്പോഴാണ് കോൺ രൂപപ്പെടുന്നത് അഥവാ ആംഗിൾസ് ഫോം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവ തമ്മിൽ ഈ വരയെ അപേക്ഷിച്ച് ഈ വര എത്രമാത്രം മാറിയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് കോണളവ് അഥവാ ആംഗിൾസ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ. അപ്പൊ ഇത് രണ്ട് വരകളും കൂട്ടി യോജിപ്പിക്കുന്നിടത്ത് നമ്മൾ ഈ പ്രൊട്രാക്ടർ കൊണ്ടുപോയി വെക്കുക. ഈ പ്രൊട്രാക്ടർ ഇവിടെ വെക്കുന്നു. അതിനുശേഷം ഈ സൈഡിലേക്കാണ് ലൈൻ പാസ് ചെയ്യുന്നത്, അല്ലെ? ഈ സൈഡിലേക്കാണ് ലൈൻ പാസ് ചെയ്യുന്നത് ഇങ്ങോട്ട്. അപ്പൊ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ അളക്കാൻ തുടങ്ങുന്നത്. നമ്മൾ അളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ എത്രയാണ്, 40 ഡിഗ്രിയിലൂടെയാണ് ലൈൻ പാസ് ചെയ്യുന്നത്. ഇതിന്റെ രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇപ്രകാരം നമുക്ക് ഏത് ആംഗിൾസും, ഇതിപ്പോ ഇങ്ങനെയല്ല ഇരിക്കുന്നതെന്നിരിക്കട്ടെ, കുറച്ച് മാറി ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നിരിക്കട്ടെ, ഇങ്ങനെയാണ് രണ്ട് ലൈൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ലൈൻസ്. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് തമ്മിലുള്ള കോണളവ് കാണുവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ലൈൻസ് ഒരുമിച്ച് ചേർന്നിരിക്കുന്നിടത്ത് നമ്മൾ ഈ പ്രൊട്രാക്ടർ കൊണ്ടുപോയി വെക്കണം. പ്രൊട്രാക്ടർ ഇവിടെ കൊണ്ടുപോയി വെച്ചു, കണ്ടോ? അതിനുശേഷം എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രൊട്രാക്ടർ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇതിലൂടെയാണ് ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ സൈഡിൽ നിന്ന് അളക്കണം. അളക്കുമ്പോൾ എത്ര വരും? 80 കഴിഞ്ഞ് 86 ഡിഗ്രി ഉണ്ട്. 86 ഡിഗ്രി ഉണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മള് കണ്ട കാര്യം ഇതായിരുന്നു. ഇനി രണ്ട് ലൈൻസ്, ഈ ലൈൻ ആണെങ്കിൽ ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് ഇത് അളക്കുന്നത്. ഇത് അളക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 90 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. ഇതുണ്ട്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ സൈഡിലൂടെയാണ് ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പൊ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കോണിനാണ് നമ്മള് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. റൈറ്റ് ആംഗിൾ, ഓക്കെ, അഥവാ മട്ടക്കോൺ എന്ന് നമ്മൾ പറയുന്നതാണ്. 90 ഡിഗ്രി ആയിരിക്കും ഈ രണ്ട് ലൈൻസുകൾ തമ്മിലുള്ള അളവ് എന്ന് പറയുന്നത്. ഈ ലൈൻ അപേക്ഷിച്ച് ഈ ലൈൻ 90 ഡിഗ്രി മാറിയാണ്. അപ്പൊ ഇതിനിടയിലുള്ള കോണളവ് അഥവാ ആംഗിൾസ് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആണോ അഥവാ മട്ടക്കോൺ ആയിരിക്കും. അതിന്റെ അളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്തൊരു അസൈൻമെന്റ് ഇതായിരുന്നു, പല ഷേപ്പിൽ ഇപ്പം ഇങ്ങനെ ഒരു ത്രികോണം ആണെന്നിരിക്കട്ടെ, ഇവയുടെയൊക്കെ കോണളവ് കണ്ടെത്താൻ പഠിച്ചിരുന്നു. എങ്ങനെയാണ് കോണളവ്? എത്ര കോണുകളുണ്ട്? ഇവിടെ ഈ രണ്ട് ലൈനുകൾക്കിടയിൽ ഒരു കോണുണ്ട്, ഈ രണ്ട് ലൈനുകൾക്കിടയിൽ ഒരു കോൺ അഥവാ ആംഗിൾസ് ഉണ്ട്, ഈ രണ്ട് ലൈനുകൾക്കിടയിൽ ഒരു കോൺ അഥവാ ആംഗിൾ ഉണ്ട്. അപ്പൊ ഇതിനിടയിലുള്ള കോണളവ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇതിങ്ങനെ വെച്ചു. അതിനുശേഷം ഇത് എത്ര ആംഗിൾ ആണെന്ന് നമ്മൾ നോക്കി. ഇവിടെ എത്രയാണ്? ഇവിടെ 60 ഡിഗ്രി ആണ് എങ്കിൽ ഇവിടെ 60 ഡിഗ്രി. അടുത്ത് ഇവിടെ നോക്കി. അപ്പൊ ഈ സൈഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിലൂടെയാണ് ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ സൈഡിൽ നിന്നായിരിക്കണം നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഇവിടെ എത്ര വന്നു? 60 ഡിഗ്രി ഉണ്ട്. ഇത് രണ്ട് നമുക്ക് 60 ഡിഗ്രി വീതമാണ് കിട്ടിയെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ ഉള്ളില് അഥവാ ത്രികോണത്തിന്റെ ഉള്ളിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇപ്രകാരം നമുക്ക് ആംഗിൾസ് മെഷർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇതായിരുന്നു
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് അത് അസൈൻമെന്റ് ആയിട്ട് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഓരോ രണ്ട് ലൈൻസ് ഒരുമിച്ച് ചേരുമ്പോൾ ആംഗിൾ ഫോം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ആ ആംഗിൾസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ബോണയും സോണയും ഈ വക ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. ഈ വക ക്വസ്റ്റ്യൻസ് അവന്മാരോട് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞ് ചെയ്യത്തില്ലല്ലോ. അപ്പൊ അവര് പഠിക്കുകയല്ല, പഠിക്കുന്ന കാര്യം മാത്രമാണ് അവർക്കുള്ള വിഷമം. അപ്പൊ ഈ കുറെ ആക്ടിവിറ്റി ഒക്കെ ചെയ്തു. അവർ ആദ്യമേ തൊട്ട് ചെയ്ത കാര്യം ഇതാണ്. ആദ്യമേ വീട്ടിലെ സർക്കുലർ ഷേപ്പിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി. അത് കഴിഞ്ഞ് സർക്കുലർ ഷേപ്പ് വരയ്ക്കാൻ പഠിപ്പിച്ചു. വരയ്ക്കാൻ അവർക്ക് അറിയാമായിരുന്നു കോമ്പസ് ഒക്കെ ഉപയോഗിച്ച്. അതിനുശേഷം അതിനെ 4 ഭാഗവും 8 ഭാഗവും ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു. അത് അവര് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും അതിന്റെ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഈ അവർക്കൊരു സംശയം, ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള ഈ ഉപകരണം ഏതാണ് എന്ന് അവർക്കുള്ള സംശയമായിരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതിന് പറയുന്ന പേരാണ് പ്രൊട്രാക്ടർ. ഇത് ഉപയോഗിച്ച് നമുക്ക് ആംഗിൾസ് മെഷർ ചെയ്യാം എന്ന് അവർ കണ്ടു. അങ്ങനെ അവര് നിരവധി വ്യത്യസ്തമായ ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യും. പിന്നെ അവര് ഫ്രീ ആയി. അവന്മാര് വെറുതെ ഇരിക്കുമ്പോൾ അവരുടെ പ്രത്യേകത ഇതാണ്, വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, മുഴുവൻ സമയം ഒന്നെങ്കിൽ കളിക്കും അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലമാണ്. അപ്പൊ അവന്മാർക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല, ഭയങ്കര മഴയാണ്. ഓക്കെ, അപ്പൊ വീടിന്റെ ഉള്ളിൽ തന്നെയാണ്, വീട്ടിൽ തന്നെ ഇരുന്ന് പിന്നെ അടുത്ത ആക്ടിവിറ്റി എന്തായിരിക്കും, TV കാണുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെ പോലെയല്ല, നിങ്ങളാണെങ്കിൽ വിക്ടേഴ്സ് ചാനൽ മാത്രമേ കാണുന്നുള്ളൂ. അവരങ്ങനെയല്ല, അവർക്ക് അന്ന് 5 മണിക്ക് എന്തുണ്ട്, TV കണ്ടേ പറ്റൂ. കാരണം ഇതാണ്, അന്ന് പുതിയതായിട്ട് നമ്മളുടെ സൂപ്പർ സ്റ്റാർ ടൊവിനോയുടെ ഫോറൻസിക് എന്ന് പറയുന്ന സിനിമയാണ്. അപ്പൊ അവർക്ക് സിനിമ കാണും. അപ്പൊ അവർക്ക് പപ്പയ്ക്ക് അവരുടെ പേരൻസിനാണെങ്കിൽ എന്താണ്, പേരൻസിന് വാർത്ത കാണണം. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഭയങ്കര പ്രശ്നമായി. അവർക്ക് എന്ത് വേണം, സിനിമ കാണണം. പപ്പായ്ക്കും മമ്മിക്കും എന്ത് ചെയ്യണം, വാർത്ത കാണണം. അപ്പൊ പപ്പ അവരോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് സിനിമ കാണാം, നിങ്ങളൊരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ ഒരു സർക്കിള് വരയ്ക്കണം. ഇപ്പൊ അവർക്ക് സർക്കിള് വരയ്ക്കാനറിയാം. സർക്കിള് വരച്ചിട്ട് അതിനെ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച്, സെറ്റ് സ്ക്വയർ അഥവാ മട്ടെന്ന് പറയുന്ന ഇതാണ്, ഇത് ഉപയോഗിച്ച് നിങ്ങൾ 4 ഭാഗമായിട്ടും 6 ഭാഗവും ഒക്കെ ആയിട്ടും ഡിവൈഡ് ചെയ്തല്ലോ. അതെല്ലാരും ഡിവൈഡ് ചെയ്താണ്. ഇതിനെ 5 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾ ഇതിനെ ഈ 2 സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇതിനെ 5 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, 5 ഈക്വൽ പാർട്ടായിട്ട് ഒരു സർക്കിളിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് TV കാണാം, നിങ്ങൾക്ക് സിനിമ കാണാം, നിങ്ങളുടെ കയ്യിലായിരിക്കും റിമോട്ട് തരുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവര് വളരെ ഹാപ്പിയായി. കാരണം അവർക്ക് ഓൾറെഡി സർക്കിൾ വരയ്ക്കാൻ അറിയാം, സർക്കിൾ ഓൾറെഡി അവർ വരച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഓൾറെഡി ഇത് ഉപയോഗിച്ച് 4 ആയിട്ട് 8 ആയിട്ട് 6 ആയിട്ട് 12 ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ അറിയാം. പിന്നെ 5 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ എന്ന് കരുതി ഇവര് എന്ത് ചെയ്തു, ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി ഇവര് പ്ലാൻ ചെയ്ത് ഇവര് വരയ്ക്കാൻ വേണ്ടി സർക്കിളൊക്കെ വരച്ചു കഴിയുമ്പോ എന്താണ് നടക്കുവോ, 5 ഈക്വൽ പാർട്ടായിട്ട് ഇതിന്റെ കോർണേഴ്സ് ഉപയോഗിച്ച് മാത്രമാണ് വരയ്ക്കേണ്ടത്, വേറെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ 2 ഉപകരണം ഉപയോഗിച്ച് മാത്രം വരയ്ക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു സംശയം തോന്നാം, അവർക്ക് വരയ്ക്കാൻ പറ്റുമോ, അവർക്ക് TV കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, വരയ്ക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കണം. അതിനെ ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് 5 ഈക്വൽ പാർട്ടായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. വരയ്ക്കാൻ ഇത് ഉപയോഗിച്ചിട്ടാണ്. വരയ്ക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ഇതിന്റെ കോർഡിനേറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് വരച്ചതെന്ന് ഒരു 30 സെക്കൻഡൊക്കെ ഉള്ള ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരണം. അപ്പൊ അത് നിങ്ങളും വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക സമ്മാനം ഉണ്ടാവും. സ്കൂള് തുറന്നു വരുമ്പം നല്ലൊരു സമ്മാനം, ആദ്യമേ വരച്ചു തരുന്നയാൾക്ക് നല്ലൊരു സമ്മാനം, ഒരു ഡയറി മിൽക്കിന്റെ ഏറ്റവും നല്ല ഡയറി മിൽക്ക് സമ്മാനം തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത് ട്രൈ ചെയ്യാം. ബിവമാർക്ക് എന്തായാലും TV കാണുന്നതിനുള്ള ബഹളം തീർന്നു, അവന്മാരത് വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് അവന്മാരിങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇത് ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ല. അപ്പൊ അവർക്ക് ആകെ അറിയാവുന്ന കാര്യം, ഇപ്പൊ നിങ്ങളും പ്രാക്ടീസ് ചെയ്യാണല്ലോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ അത് വരയ്ക്കാൻ പറ്റുന്നുണ്ടോന്ന്. അപ്പൊ അവന്മാർക്ക് മനസ്സിലായത് ഈ കോൺ ഉപയോഗിച്ച് വരയ്ക്കാൻ, കോൺ മാപ്പിനെ ഉപയോഗിച്ച് വരയ്ക്കേണ്ടി വരുമോ എന്ന് അവർക്ക് സംശയം തോന്നി. അപ്പൊ ഈ കോൺ മാപ്പിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് കോൺ
വരയ്ക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ അവരാദ്യമേ കോൺ മാപ്പിനെ ഉപയോഗിച്ച് കോൺ അളക്കാൻ നമ്മൾ പഠിച്ചല്ലേ. അപ്പൊ കോൺ മാപ്പിനെ ഉപയോഗിച്ച് എങ്ങനെയാണ് കോൺ വരയ്ക്കുന്നത്? ഇപ്പൊ എനിക്ക് ഒരു 45 അല്ലെങ്കിൽ 55 ഡിഗ്രി ആംഗിൾ ഉള്ള രണ്ട് ലൈൻസ് വരയ്ക്കണമെന്നിരിക്കട്ടെ. രണ്ട് ലൈൻസിന് ഇടയ്ക്ക് 55 ഡിഗ്രി വരത്തക്ക രീതിയിൽ വരയ്ക്കണമെന്നിരിക്കട്ടെ. അപ്പൊ അതെങ്ങനെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും? ഇപ്പൊ നമുക്കറിയാം, ആദ്യമേ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇതാണ് നമ്മളുടെ ലൈൻ. ഓക്കെ, അപ്പൊ ഈ ലൈനിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. ഓക്കെ, ഇനി എനിക്ക് നമ്മളുടെ എയിം ഇതാണ്. ഇങ്ങനെ ഒരു ലൈൻ നമ്മളിപ്പം വരയ്ക്കുകയാണെന്നിരിക്കട്ടെ. ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരയ്ക്കുന്നു. ഇവ തമ്മിൽ എത്രയാണ്? 55 ഡിഗ്രി വേണം. 55 ഡിഗ്രി ആയിരിക്കണം ഇവ തമ്മിലുള്ള കോൺ അളവ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെ വരയ്ക്കാൻ സാധിക്കും? അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കോൺ മാപ്പിനെ അഥവാ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലൈൻ വരയ്ക്കണം. ആ ലൈനെ അപേക്ഷിച്ചാണ് അടുത്ത ലൈന് എത്ര ഡിഗ്രി മാറിക്കിടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്, എത്ര ആംഗിൾ മാറിക്കിടക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് 55 ഡിഗ്രി മാറിക്കിടക്കുന്നു എന്ന് പറയും. അപ്പൊ ആ താഴത്തെ ലൈനോട് ചേർന്ന് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമ്മളുടെ ഈ ആരോ മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രൊട്രാക്ടറിന്റെ നടുക്കത്തെ ആ ലൈൻ കൊണ്ട് വെക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഏത് സൈഡിലേക്കാണ് ലൈൻ പാസ് ചെയ്യുന്നത് എന്ന് നോക്കുക. ഇതിന് ഈ സൈഡിലേക്കാണ് ലൈൻ പാസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ സൈഡിലേക്കാണ് ലൈൻ പാസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മള് ഇവിടെ 0യും ഉണ്ട് 180 ഒരളവ് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഏത് അളവായിരിക്കണം എടുക്കേണ്ടത്? ഈ സൈഡിൽ കൂടിയാണ് ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പൊ 0 തൊട്ടാണ് അളവ് എടുക്കേണ്ടത്. 0, 10, 20, 30, 40, 50, 60 ആണ്. ഈ 50ക്കും 60ക്കും ഇടയ്ക്ക് എത്ര ലൈൻ ഉണ്ട്? 10 ലൈൻസ് ഉണ്ട്. ഓരോ ലൈൻസും സൂചിപ്പിക്കുന്ന ഓരോ ഡിഗ്രീനെയാണ്. അപ്പൊ 40, 50 കഴിഞ്ഞിട്ട് എത്ര ലൈൻസ് ആയിരിക്കണം? ഈ 55ന്റെ അവിടെ എന്ത് ചെയ്യണം? ഒരു ഇൻറ്റു മാർക്ക് ഇടണം. അതിനുശേഷം അവിടെ ഇതിങ്ങോട്ട് മാറ്റി എന്നിട്ട് നമ്മുടെ സ്കെയിൽ എടുത്തിട്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റും ഈ ഒരു പോയിന്റും കൂട്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കൂട്ടി വരയ്ക്കുമ്പോൾ ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് അഥവാ കോൺ അളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 55 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ആംഗിൾസ് വരയ്ക്കുന്നത്. ആംഗിൾസ് മെഷർ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ആംഗിൾസ് വരയ്ക്കുന്നതും വളരെ പ്രധാനപ്പെട്ടാണ്. ആംഗിൾസ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപയോഗിച്ച് ഒരു സ്ക്വയർ വരയ്ക്കാൻ സാധിക്കും, ഒരു റെക്ടാംഗിൾ വരയ്ക്കാൻ സാധിക്കും. സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? സമചതുരം വരയ്ക്കാൻ സാധിക്കും. റെക്ടാംഗിൾ എന്ന് വെച്ചാൽ എന്താണ്? ചതുരം വരയ്ക്കാൻ സാധിക്കും. ഈ വെറും ഒരു സ്കെയിലും അതുപോലെ തന്നെ എന്താണ് ഒരു സെറ്റ് സ്ക്വയർ നമ്മളുടെ പ്രൊട്രാക്ടറും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് അത് വരയ്ക്കുന്നത്? ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഒരു റെക്ടാംഗിൾ ആണെന്നിരിക്കട്ടെ, റെക്ടാംഗിൾ അഥവാ ചതുരമാണെന്നിരിക്കട്ടെ. ചതുരത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ചതുരത്തിന്റെ പ്രത്യേകത അതിന്റെ 2 സൈഡ് ഈക്വൽ ആണ്. ഇങ്ങനെ ഒരു ചതുരം ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ എത്ര ആംഗിൾസ് ഉണ്ട്? ഈ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടിയപ്പോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ രണ്ട് ലൈൻസ് കൂട്ടിമുട്ടിയപ്പോ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. 4 ആംഗിൾസ് ഉണ്ട്. ഇവിടെയൊക്കെ ആംഗിൾ എത്രയായിരിക്കും? ഇവിടെ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇത് തിരിച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ്. ഇത് തിരിച്ച് മെഷർ ചെയ്യുമ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ 90 ഡിഗ്രി ആയിരിക്കണം ഈ ലൈനും ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിളിനെ സംബന്ധിച്ചിടത്തോളം എത്രയായിരിക്കണം? 90 ഡിഗ്രി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് 15 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ, ഇത് ഒരു 10 സെന്റിമീറ്റർ ആണെന്നിരിക്കട്ടെ. അങ്ങനെയുള്ള ഒരു റെക്ടാംഗിൾ വരയ്ക്കാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ എന്നിരിക്കട്ടെ. ടെക്സ്റ്റ് ബുക്കിലൊക്കെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 50 സെന്റിമീറ്റർ നീളമുള്ളതും 10 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു റെക്ടാംഗിൾ വരയ്ക്കണം. അങ്ങനെ വരയ്ക്കണം എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യമേ നമ്മള് സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഒരു 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇത് എത്രയാണ്?
15 സെന്റിമീറ്റർ ആണ്, 15 സെന്റിമീറ്റർ. എന്നിട്ട് നമുക്കറിയാം ഇപ്പൊ ആംഗിള് ഉപയോഗിച്ച് വരയ്ക്കാൻ നമ്മൾ പഠിച്ചല്ലേ. നമ്മൾ ഈ കോൺ മാപ്പിനെ അഥവാ പ്രൊട്രാക്ടർ എടുത്തു. പ്രൊട്രാക്ടർ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ സെന്ററിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഏത് സൈഡിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യേണ്ടത്, ഈ സൈഡിൽ നമ്മൾ മെഷർ ചെയ്തു. ഇവിടെ എത്ര അടയാളപ്പെടുത്തി, 90 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ ചേർത്ത് വരച്ചു. ഓക്കെ. അടുത്തത് വീണ്ടും ഇവിടെ നമ്മള് 15 സെന്റിമീറ്റർ അളന്നാണ് എടുത്തത്. വീണ്ടും 15 സെന്റിമീറ്റർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം എത്ര ആംഗിൾ ആയിരിക്കണം, 90 ഡിഗ്രി ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ അളക്കുന്നത്, ഇവിടുന്ന് അളക്കണം. ഇവിടുന്ന് അളന്ന് ഇവിടെ എത്ര വെച്ചു, 90 ഡിഗ്രി വെച്ചു. ഓക്കെ. ഇനി ഇങ്ങോട്ട് എത്ര സെന്റിമീറ്റർ ആണ്, 10 സെന്റിമീറ്റർ. അത് നമ്മൾ സ്കെയിൽ വെച്ച് നോക്കുക എത്രയാണ്. ഇവിടെ 10 സെന്റിമീറ്റർ എങ്കിൽ 10 സെന്റിമീറ്റർ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം ആ രണ്ട് ലൈൻസുകൾ തമ്മിൽ എന്ത് ചെയ്യണം, കൂട്ടി യോജിക്കുമ്പോ എന്ത് കിട്ടും, റെക്ടാംഗിൾ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രൊട്രാക്ടർ, സ്കെയില് അഥവാ കോൺ മാപ്പിനെയും സ്കെയിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇത് എന്ത് ചെയ്യണം, റബ്ബറൊക്കെ ഉപയോഗിച്ച് ഇതിങ്ങനെ മായ്ച്ചു കളഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്ത് കിട്ടും, ഒരു റെക്ടാംഗിള് കിട്ടും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം ഇതാണ്, എങ്ങനെയൊക്കെയാണ് ആംഗിള് മെഷർ ചെയ്യാൻ സാധിക്കുന്നത്. മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വേണ്ട ആംഗിൾ വരയ്ക്കുന്നതിന് വേണ്ടി ലൈൻ വരയ്ക്കുന്നു, പ്രൊട്രാക്ടർ വെക്കുന്നു, ആ സൈഡിൽ നിന്ന് മെഷർ ചെയ്യുന്നു. അതിനുശേഷം അത് ഉപയോഗിച്ച് നമുക്ക് നിരവധി ഷേപ്പുകൾ വരയ്ക്കാം. നിരവധി ഷേപ്പുകൾ നമുക്ക് വരയ്ക്കാം. ഇതല്ലാതെ ഏത് ഷേപ്പും, ഇപ്പൊ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണെന്നിരിക്കട്ടെ. ട്രയാങ്കിൾ ഷേപ്പ് നമുക്കറിയാം, ത്രികോണ ഷേപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ ഏത് ആംഗിൾ ആണെന്നിരിക്കട്ടെ. ഇപ്പൊ ഇവിടെ 60 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. 60 ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യണം, പ്രൊട്രാക്ടർ കൊണ്ടൊന്ന് ഇവിടെ വെച്ചു. 60 ഡിഗ്രിയുടെ അവിടെ അടയാളപ്പെടുത്തി. കണ്ടോ, ഇതിങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. അടുത്തത് എത്രയാണ്, ഇവിടെ 60 ആണ്. ഇനി ഇവിടെ 60 വേണമെന്നൊന്നുമില്ല. ടോട്ടൽ എത്രയാണ്, 180 ഡിഗ്രി ആണെന്നേ ഉള്ളൂ. നമ്മൾ ഇവിടെ 60 എടുക്കുകയാണ്. 60 എടുക്കുമ്പോ വീണ്ടും ഈ അരമാർക്ക് ഈ പോയിന്റിൽ നമ്മൾ കണക്ട് ചെയ്തു. എൻഡിങ് പോയിന്റില് അവിടെ നിന്ന് എത്രയാണോ വന്നത്, 60 അവിടെ കണക്ട് ചെയ്തു. 60 ഇവിടെയാണ് വന്നത്, ഇവിടെ വെച്ചു. ഈ രണ്ട് ലൈനുകളെ നമ്മൾ എന്ത് ചെയ്തു, കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു ത്രികോണ ഷേപ്പ് കിട്ടും. ഇപ്രകാരം നമുക്ക് വ്യത്യസ്തമായ രൂപങ്ങള്, ഷേപ്പുകള് നമുക്ക് സ്കെയിലും അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്രാക്ടർ അഥവാ കോൺ മാപ്പിനെ ഉപയോഗിച്ച് വരയ്ക്കാൻ സാധിക്കും. ടെക്സ്റ്റ് ബുക്കിൽ നിരവധി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇരുന്ന് ചെയ്യണം. ഇതുപോലെ വ്യത്യസ്തമായ ഷേപ്പുകൾ കണ്ടെത്തുവാനാണ്, ഷേപ്പുകൾ വരയ്ക്കുവാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആംഗിള്. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞേക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഒന്നാമത് പറഞ്ഞ കാര്യം, ഒരു ആംഗിൾ എങ്ങനെ മെഷർ ചെയ്യാൻ സാധിക്കും, ഒന്ന്. രണ്ട്, നമുക്ക് വേണ്ട ആംഗിൾ, ഇപ്പൊ 115 എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ്, അല്ലെ 55 എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ്. അതെങ്ങനെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചതിന് ശേഷം അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോൺ മാപ്പിനെ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കോൺ മാപ്പിനെയുടെ ഏത് സൈഡിൽ കൂടെയാണ് ലൈൻ പാസ് ചെയ്യുന്നത് അവിടെ നിന്ന് അളന്ന് നോക്കുക. അവിടെ ഒരു പോയിന്റ് ഇടുക. ആ രണ്ട് പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചു കഴിയുമ്പോൾ ഈ ലൈനും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, 55 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ ആംഗിൾ വരയ്ക്കാൻ പഠിച്ചു. മൂന്നാമത് പഠിച്ച കാര്യം ഇതാണ്, ഓരോ ഷേപ്പുകള്, നമുക്ക് അറിയാവുന്ന ഷേപ്പുകള്, ഇപ്പം ഒരു റെക്ടാംഗിൾ ആയിക്കോട്ടെ, ട്രയാംഗിൾ ആയിക്കോട്ടെ, അവയൊക്കെ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ സാധിക്കും. ഒരു സ്കെയിലും അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കാൻ സാധിക്കുമെന്നതാണ് നമ്മൾ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സൂചിപ്പിച്ച പോലെ നിങ്ങൾ അത് ചെയ്തിട്ട് അയച്ചു തരണം. ഓക്കെ. ഇത് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മള് വീണ്ടും അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ബോണിയും സോണിയും അപ്പോഴേക്കും വീണ്ടും എന്ത് ചെയ്തു, അമ്മക്ക് TV കാണാൻ സമയമായി. അവരാകെ ബഹളമായി. അമ്മക്ക് ഭയങ്കര തല പുകഞ്ഞ് ആലോചിക്കുകയാണ്.
ഓക്കെ, ഇതിനെ 5 ഈക്വൽ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ അവര് പഠിച്ച പണി 18 നോക്കിയിട്ടും അത് പറ്റുന്നില്ല. അപ്പൊ അവര് തീരുമാനിച്ചു ഇതെങ്ങനെയായിരിക്കും ഇതിനെ 5 ഈക്വൽ പാർട്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ അവർക്കറിയാം. ഇപ്പൊ നിങ്ങളും പഠിച്ചല്ലോ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് എങ്ങനെയാണ് ആംഗിൾസ് മെഷർ ചെയ്യുന്നത് എന്ന് അവർക്കറിയാം. അപ്പൊ അവരിങ്ങനെ ഈ പ്രൊട്രാക്ടറിനെ സൂക്ഷിച്ചു നോക്കി. അപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലാക്കി, ഈ സർക്കിളിന്റെ പകുതിയേ ഉള്ളൂ ഇത്, ഒരു വൃത്തത്തിന്റെ പകുതിയേ ഉള്ളൂ ഇത്. ഇതിനെ 180 ഭാഗമായിട്ടാണ് തിരിച്ചേക്കുന്നത്. അതിന്റെ അർത്ഥം ഇതിന്റെ അകത്ത് എത്ര ഡിഗ്രി ഉണ്ട്? 180 ഡിഗ്രി ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് സോണി പറഞ്ഞു, ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കാറ്, ഇതിങ്ങനെ തിരിച്ചു വെക്കുമ്പോ എന്തായി? ഒരു സർക്കിളായി അല്ലെ? അപ്പൊ ഈ സർക്കിള് എന്ന് പറയുന്നത് ഈ കോൺമാപ്പിനെ അഥവാ ഈ പ്രൊട്രാക്ടർ 2 ഉപയോഗിച്ചപ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റ് സർക്കിൾ കിട്ടിയത്. അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇവിടെ തൊട്ട് ഇവിടം വരെ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ് അല്ലെ? 180 ഡിഗ്രിയാണ്. അപ്പൊ ഇതിനെ വീണ്ടും തിരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ തൊട്ട് ഇവിടം വരെ എത്രയാണ്? 180 ഡിഗ്രിയാണ്. അഥവാ ഒരു വൃത്തം അഥവാ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ആകെ എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഒരു സർക്കിളിനെ നമ്മൾ ഭാഗിച്ചാൽ ഇപ്പൊ ഇതിന്റെ അത് ഓരോ ഡിഗ്രി കോണുകളുണ്ട്. ഇപ്പൊ ഇവിടെ ഇതാണ് ഇതിന്റെ സെൻട്രൽ ലൈൻ എന്നിരിക്കട്ടെ. ഇവിടെ തൊട്ട് ഇവിടെ വരെ നമുക്ക് ഒരു ലൈൻ വരച്ചു. ഇനി നമുക്ക് നേരത്തെ അറിയാവുന്ന പോലെ 20 ഡിഗ്രി ആംഗിളിലുള്ള ഒരു കോൺ വരയ്ക്കാം എന്നിരിക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഈ പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു. അതിനുശേഷം ഈ സൈഡിൽ കൂടി ലൈൻ പാസ് ചെയ്യുന്നത് ഇവിടെ 20 ഡിഗ്രി ഏതാണെന്ന് നോക്കി. അപ്പൊ ഇതാണ് 20 ഡിഗ്രി. അപ്പൊ എന്ത് ചെയ്തു? ആ 20 ഡിഗ്രിയിലേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. കണ്ടോ? അപ്പൊ ഓരോ ഡിഗ്രി അനുസരിച്ച് നമുക്ക് ഇങ്ങനെ വരയ്ക്കാമല്ലോ. 1 ഡിഗ്രിക്ക് വരയ്ക്കാം, 2ാമത്തെ ഡിഗ്രിക്ക് വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് എത്ര എണ്ണം വരയ്ക്കാം? 360 ലൈൻസ് വരയ്ക്കാം. ഓരോ ഡിഗ്രി അളവിൽ വ്യത്യാസമുള്ള 360 ലൈൻസ് വരയ്ക്കാം. അതായത് ഒരു വൃത്തത്തെ അഥവാ ഒരു സർക്കിളിനെ നമുക്ക് 360 ഭാഗമാക്കാൻ പറ്റും. ഈ ബോണിയോടും സോണിയോടും ചോദിച്ചേക്കുന്ന എത്ര ഭാഗമാക്കാന്നാണ്? 360 ഭാഗമാക്കാനാണോ? അല്ല, അവരോട് ചോദിച്ചേക്കുന്നത് ആകെ എത്രയാണ്? 5 ഭാഗമാക്കാനാണ്. അപ്പൊ അവരാലോചിച്ച് നോക്കിയപ്പോ അവര് ഈ പറയുന്ന സെറ്റ് സ്ക്വയർ ഒക്കെ ഉപയോഗിച്ച് അവര് വരച്ചു നോക്കിയപ്പോഴും അവർക്ക് അത്രയും ഭാഗങ്ങൾ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ അവര് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ്, ഈ 360നെ 10 കൊണ്ട് ഹരിച്ചാൽ 10 ഭാഗങ്ങളാക്കുകയായിരുന്നുവെങ്കിൽ, ഓക്കെ, ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 36 ഡിഗ്രിയാണ് വരുന്നത് അല്ലെ? 360നെ 10 ഭാഗമാക്കിയാല് ഒരു ഭാഗം എന്ന് പറയുന്നത് 36 ഡിഗ്രിയാണ്. ഇപ്പൊ നമുക്ക് 36 ഡിഗ്രി വരയ്ക്കാൻ അറിയാം. എങ്ങനെയാ 36 ഡിഗ്രി വരയ്ക്കുന്നത്? ഇങ്ങനെ ഇത് വെക്കുന്നു. അതാണ് നമ്മള് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് വരയ്ക്കാൻ പഠിച്ചത് ആദ്യമേ. 36 എന്ന് പറയുന്നത് ഈ സൈഡിൽ കൂടിയാണ് ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് 10, 20, 30, 35 36. അപ്പൊ ഇവിടെ 36ാമത്തെ ഈ 2 ലൈനുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 36 ഡിഗ്രിയാണ്. ഇനി അടുത്ത ലൈനിൽ തമ്മിൽ എത്ര വരണം? 36 ഡിഗ്രി വരണം. അപ്പൊ ഇതിനെ 10 ഭാഗമാക്കാം. അപ്പൊ എത്രയും 10, 20, 30, 40 വേണ്ട 36. കണ്ടോ? ഇങ്ങനെ വെച്ചു കഴിയുമ്പോ ഇത് നമ്മൾ എത്രയായി? 36 ഡിഗ്രിയാണ്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ നമുക്ക് തിരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായി. അപ്പൊ അവര് ചിന്തിച്ചു, നമുക്ക് 10 ഭാഗമാക്കണ്ടല്ലോ, എത്ര ഭാഗമാക്കിയാൽ മതി? 5 ഭാഗമാക്കിയാൽ മതി. അപ്പൊ ആകെ വന്നേക്കുന്ന എത്രയാണ്? 360 ഡിഗ്രിയാണ്. അതിന് എത്ര ഭാഗമാക്കണം? 5 ഭാഗമാക്കണം. അപ്പൊ 360 ഡിഗ്രി എത്ര കൊണ്ട് ഹരിക്കണം? 5 കൊണ്ട് ഹരിക്കണം. അപ്പൊ എല്ലാവർക്കും ഹരണം അറിയാവുന്നതാണ്. 360നെ 5 കൊണ്ട് ഹരിച്ചു നോക്കി. അപ്പൊ എത്ര വരും? 3ന്റെ അകത്ത് 5 ഇല്ല അല്ലെ? അപ്പൊ തൊട്ടടുത്ത സംഖ്യ നോക്കി. അപ്പൊ 36ന്റെ അകത്ത് എത്ര 5 ഉണ്ട്? 7 5 ഉണ്ട്. 7 5 35 ആണ്. 7 into 5 എത്രയാണ്? 35 ആണ്. സിസ്റ്റം എത്ര വന്നു? സിസ്റ്റം എത്രയാണ്? 1 വന്നു അല്ലെ? 1 വന്നു. 0 താഴേക്ക് എടുത്തെഴുതി. 10ന്റെ അകത്ത് എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. അപ്പൊ എത്ര വന്നു?
അപ്പൊ എത്രയാണ് 360നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോ എത്ര വന്നു? 72 ഡിഗ്രി വന്നു. അപ്പൊ ബോണിക്കും സോണിക്കും മനസ്സിലായി ഈ 360 ഡിഗ്രിയുള്ള അഥവാ ഒരു സർക്കിള് അഥവാ ഒരു വൃത്തത്തിന് ആകെ 360 ഡിഗ്രിയാണ് അതിന്റെ ഉള്ളിലുള്ളത്. അതിനെ ഭാഗിച്ചാൽ 360 ലൈൻസ് 360 ഡിഗ്രി ആയിട്ട് നമുക്ക് അതിനെ ഭാഗിക്കാൻ സാധിക്കും. അതിനെ നമ്മൾ 5 തുല്യ ഭാഗമാക്കുമ്പോ അതിലെ ഓരോ ലൈനും തമ്മിൽ എത്ര ആംഗിൾ വ്യത്യാസം ഉണ്ടാകണം? 72 ഡിഗ്രി വ്യത്യാസം ഉണ്ടാകണമെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴേക്കും അവരെന്നെ ചെയ്തു? അവരിതങ്ങോട്ട് മായ്ച്ചു കളഞ്ഞിട്ട് അവർ ആദ്യമേ ഒരു സർക്കിള് വരച്ചു. ഓക്കെ, ഇതാണ് അവർ വരച്ച സർക്കിള്. എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ സെന്റർ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി. ഓക്കെ, സെന്റർ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് അവർക്ക് അറിയാലോ, ഇപ്പൊ അവര് കോൺ അളക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? കോൺ അളക്കാൻ നിങ്ങളും പഠിച്ചതാണ്. എന്താ ചെയ്യണ്ടേ? ഈ സെന്ററിൽ നിന്ന് ഈ സൈഡിൽ കൂടിയാണ് ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പൊ അവർ ആദ്യത്തെ ലൈൻ ഇങ്ങോട്ടങ്ങ് വരച്ചു. ആ ലൈൻ വരച്ചതിന് ശേഷം എത്രയാണ് ആംഗിൾ വരേണ്ടത്? 72 ഡിഗ്രി വരെ വരണം. അപ്പൊ ഇവിടെ നോക്കി 10, 20, 30, 40, 50, 60, 70, 72 ഡിഗ്രിയിൽ അവരൊരു ലൈൻ ഇട്ടു, ഒരു പോയിന്റ് ഇട്ടു. എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടി വരച്ചു. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? വീണ്ടും അവർ ഇവിടെ വെച്ചു. ഓക്കെ, സെന്റർ ഇവിടെ തന്നെ. എത്ര വന്നു? ഇവിടെ 10, 20, 30, 40, 50, 60, 70, 72 വെച്ചു. അവർ ഇവിടെ നിന്നാണ് വളർന്നത്. ഈ ലൈനും തമ്മിലാണ് എത്ര വരേണ്ടത്? ഈ ലൈനും തമ്മിലാണ് 72 ഡിഗ്രി വേണ്ടത്. അതായത് ഇത് തമ്മിൽ ഇപ്പൊ 72 ഡിഗ്രി ആയി. ഈ രണ്ട് ലൈനുകൾ തമ്മിൽ എത്ര ഡിഗ്രി വരണം? 72 ഡിഗ്രി വരണം. വീണ്ടും ഇവിടെ നിന്ന് ഇവരിങ്ങനെ അടയാളപ്പെടുത്തി. അപ്പൊ എത്ര വന്നു? 10, 20, 30, 40, 50, 60, 72. മനസ്സിലായോ? ഇങ്ങനെ ഇവര് അടയാളപ്പെടുത്തി കഴിഞ്ഞപ്പോ എത്ര വന്നു? നോക്കിയേ, ഇപ്പൊ ഈ രണ്ട് ലൈനുകൾ തമ്മിൽ 72 ഡിഗ്രി. ഇനി വീണ്ടും ഈ ലൈനും അടുത്ത ലൈനും തമ്മിലാണ് 72 ഡിഗ്രി വരേണ്ടത്. വീണ്ടും ഇങ്ങനെ വെച്ച് നോക്കി. അപ്പൊ എത്ര വന്നു? 10. ഏത് സൈഡിൽ നിന്ന് എണ്ണണ്ടേ? ഈ സൈഡിൽ കൂടെ ലൈൻ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് എണ്ണണം. 0, 10, 20, 30, 40, 50, 60, 70, 72. കണ്ടോ? അപ്പൊ ഈ 5 ലൈനുകളും തമ്മിൽ എന്താണ്? 72 ഡിഗ്രിയാണ്. 72 ഡിഗ്രി വന്നു. അപ്പൊ ഈ 72 ഡിഗ്രി ആയിട്ട് ഇവരെന്ത് ചെയ്തു? ഇവര് ഡിവൈഡ് ചെയ്തു. ഇവരുടെ പപ്പ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര പെട്ടെന്ന് അവര് ചെയ്യുന്നത്. അവര് ചെയ്തത് എങ്ങനെയാണ്? അവർ ആദ്യമേ ഈ മട്ട ഉപയോഗിച്ചു. നമ്മളുടെ കോൺമാബിനി എടുത്തു. കോൺമാബിനി എടുത്തിട്ട് അവര് അത് ഉപയോഗിച്ചൊരു സർക്കിള് വരച്ചു. സർക്കിൾ എങ്ങനെയാ വരച്ചത്? ഇങ്ങനെ വെച്ചു, തിരിച്ചു വെച്ചു. ഈ കോൺമാബിനി അവർക്ക് അറിയാമായിരുന്നു. പ്രൊട്രാക്ടറിന്റെ ടോട്ടൽ അളവെന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അപ്പൊ രണ്ട് കോൺമാബിനി വെക്കുന്ന, രണ്ട് പ്രൊട്രാക്ടർ വെക്കുന്ന അളവെന്ന് പറയുന്നത് എത്ര വരും? 360 ഡിഗ്രി വരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി 360 ഡിഗ്രി ആണ് ഒരു സർക്കിളിന്റെ അകത്തുള്ള ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം 1 ഡിഗ്രി വ്യത്യാസമുള്ള ലൈൻസ് ആണ് എങ്കിൽ എത്ര ലൈൻസുകൾ നമുക്ക് എത്ര എണ്ണം വരയ്ക്കാൻ സാധിക്കും? അഥവാ 360 ഡിഗ്രി വ്യത്യാസത്തിൽ നമുക്ക് ഇവയെ വരയ്ക്കാൻ സാധിക്കുമെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അവർക്കൊരു കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ 360 ഡിഗ്രിയെ ആണ് നമ്മൾ ഭാഗിക്കേണ്ടത്. 360 ഡിഗ്രിനെയാണ് ഭാഗിക്കേണ്ടത്. സർക്കിളിനെ ഭാഗിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായി? 360 ഡിഗ്രിനെയാണ് ഭാഗിക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പൊ ഈ സർക്കിൾ എന്ന് വെച്ചാൽ 360 ഡിഗ്രിയാണ്. അപ്പൊ ഈ സർക്കിളിനെ ഭാഗിക്കാൻ 10 കൊണ്ട് ഭാഗിച്ചപ്പോ അവർക്ക് മനസ്സിലായി എത്രയാണ്? ഒരു പോർഷൻ എന്ന് പറയുന്നത് 10 ഡിഗ്രിയാണ്, 36 ഡിഗ്രിയാണ് വരുന്നത്. അവരുടെ പപ്പ ചോദിച്ച് എത്ര ഭാഗമായിട്ട് തിരിക്കാവുന്നതാണ്? 5 ഭാഗമായിട്ട് തിരിക്കാവുന്നതാണ് ചോദിച്ചത്. അവര് 5 ഭാഗമായിട്ട് തിരിക്കാൻ നേരത്തെ അവര് ഐഡന്റിഫൈ ചെയ്തു എത്രയാണ്? 360നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞപ്പോ 72 ഡിഗ്രിയാണ് വരുന്നത്. അത് അവർക്ക് അറിയാമായിരുന്നു. 72 ഡിഗ്രി അടയാളപ്പെടുത്താൻ അവർ പഠിച്ചിരുന്നു. അപ്പൊ അവര് 72 ഡിഗ്രി വെച്ച് അടയാളപ്പെടുത്തി. ഇപ്പൊ സർക്കിളിനെ അഥവാ വൃത്തത്തെ 5 ഈക്വൽ പാർട്ടാക്കി. അപ്പോഴേക്കും അവർ ഇതുമായിട്ട് പപ്പയുടെ അടുത്ത് ചെന്നു. അപ്പം പപ്പയും മമ്മിയും വളരെ സന്തോഷത്തോടെ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. TV കണ്ടുകൊണ്ടിരുന്ന വാർത്തയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് കോവിഡ് വന്നു, എത്ര പേർക്ക് ക്വാറന്റൈൻ ആയി എന്നൊക്കെ. അപ്പോഴേക്കും അവര് പറഞ്ഞു, പപ്പ ഇതാണ്ട് ഞങ്ങള് സർക്കിളിനെ
5 തുല്യ ഭാഗമാക്കിയിരിക്കുന്നു. അപ്പം തിരിച്ചു പപ്പ ചോദിച്ചോ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചോ? ഇല്ല, സെറ്റ് സ്ക്വയർ ഒന്നും ഉപയോഗിച്ചില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ഈ പറയുന്ന ആംഗിൾ 72 ഡിഗ്രിയിൽ ഞങ്ങൾ വരച്ചു. 72 ഡിഗ്രി വരച്ചു കഴിഞ്ഞപ്പോ 5 തുല്യ ഭാഗങ്ങളാക്കാൻ പറ്റി എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ ഒരു ടിവിയുടെ റിമോട്ട് അവരുടെ കൊടുത്തു. വളരെ സന്തോഷത്തോടെ അവരെന്ത് ചെയ്തു, വളരെ സന്തോഷത്തോടെ അവർ സിനിമ കണ്ടു. അപ്പൊ അടുത്തിരുന്ന അമ്മയ്ക്ക് സംശയം, എന്ത് ഇത് ഇവന്മാര് പഠിക്കേണ്ട സമയമല്ലേ, ഇവന്മാര് ടി വി കാണേണ്ട സമയമല്ലേ, ടി വി കാണേണ്ട സമയമാണോ? വിക്ടേഴ്സ് ചാനലും കൂടിയല്ല, ഫോറൻസിക് സിനിമയാണ് കാണുന്നത്, അങ്ങനെ ഇപ്പൊ ടി വി കാണിക്കേണ്ട സമയമുണ്ടോ? അപ്പൊ അവരുടെ പപ്പ പറഞ്ഞു, അവന്മാര് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. കാരണം അവര് സർക്കിള് വരയ്ക്കാൻ പഠിച്ചു, സർക്കിളിനെ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചു, സർക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ട് അത് അടയാളപ്പെടുത്താൻ പഠിച്ചു. അതിനുശേഷം ഈ പ്രൊട്രാക്ടർ അഥവാ കോൺ മാപ്പിന് എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെ അതുപയോഗിച്ച് വാല്യൂസ് മെഷർ ചെയ്യാമെന്ന് ഐഡന്റിഫൈ ചെയ്തു. കോൺ മാപ്പിനെ ഉപയോഗിച്ച് അഥവാ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് എങ്ങനെ വാല്യൂസ് മെഷർ ചെയ്യുന്ന വിവിധ കാര്യങ്ങൾ അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സർക്കിളിനെ തുല്യമായ ഭാഗങ്ങളാക്കാൻ അവര് പഠിച്ചു. ആ സർക്കിളിന്റെ ഒരു കോൺ, പറയുന്ന കോൺ വരയ്ക്കാൻ അവർ പഠിച്ചു. പറയുന്ന ഷേപ്പ് ഈ സ്കെയിലും പ്രൊട്രാക്ടർ അഥവാ കോൺ മാപ്പിനെ ഉപയോഗിച്ച് വരയ്ക്കാൻ അവർ പഠിച്ചു. അത് കഴിഞ്ഞ് അവര് സർക്കിളിനെ 5 തുല്യ ഭാഗമാക്കി. അതിന്റെ അർത്ഥം അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, സർക്കിൾ വരച്ച് സർക്കിളിന്റെ ഉള്ളിലെ ആംഗിൾസ് എങ്ങനെയാണ് പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നതെന്ന് അവരെ ഐഡന്റിഫൈ ചെയ്തു. അപ്പം പിന്നെ അവര് 1ാം പാഠം പഠിച്ചു കഴിഞ്ഞു. 1ാം പാഠം പഠിച്ച സ്ഥിതിക്ക് അതിന്റെ സന്തോഷ സൂചകമായി അവര് ടി വി കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവരുടെ പേരൻസ് ചെയ്തതുപോലെ, അവരുടെ പേരൻസ് അവർക്ക് സിനിമ കാണാൻ അവസരം കൊടുത്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 1ാം പാഠത്തിൽ ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇത് പഠിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. പറ്റുന്നില്ലാത്തത് ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ട് ചെയ്തു തരാം. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 1ാം പാഠത്തില് ആംഗിൾസ് അഥവാ കോണുകൾ എന്നുള്ള പാഠത്തിലുള്ളത്. ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് വളരെയേറെ ഉപകരിക്കപ്പെടുന്നവയാണ്. നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. സന്തോഷത്തോടെ ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. അതിലെ ഏറ്റവും അവസാനം കിടക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പുള്ളവയൊക്കെ നിങ്ങൾക്ക് ആംഗിൾസ് മെഷർ ചെയ്യാനുണ്ട്, സർക്കിൾസിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ 1ാം പാഠം എല്ലാവർക്കും നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. അപ്പോഴേക്കും ബോണിയും ടോണിയും സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും റെഡിയാവും. അപ്പോൾ നമുക്ക് അവർക്ക് അടുത്ത ആക്ടിവിറ്റി കൊടുക്കാം. താങ്ക് യു.